ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2018 മോഡൽ റോൾസ് റോയ്സിൻ്റെ വ്രേത്താണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന രണ്ട് കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഒന്ന്, ഈ വാഹനത്തിൻ്റെ ഡോർ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒന്ന്, ഇതിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേയുടെ കവർ, ഒരു ഫോൾഡിംഗ് കവർ വരുന്നുണ്ട്. അപ്പോൾ ആ കവർ കൃത്യമായിട്ട് ക്ലോസും ഓപ്പണിങ്ങും ആവുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ രണ്ട് കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റോൾസ് റോയ്സ് കാറുകളുടെ ബോഡിയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കംപ്ലൈൻ്റ് ആണ്. ഒന്ന്, ഇതിൻ്റെ ലോഗോയുടെ കവർ ഡാമേജ് ആവുന്നത്. ഒന്ന്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഡോർ ഗ്ലാസ് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വാഹനത്തിലും അതേമാതിരി തന്നെ ഡോർ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡോർ ഗ്ലാസ് ആണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് എന്താണ് വരുന്ന കോമൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ്, അതേമാതിരി തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഡോറ് അലൈനല്ല, ഇതിൻ്റെ ഗ്ലാസ് കണ്ടല്ലോ കറക്റ്റ് പ്രോപ്പറായിട്ട് സീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നിൽക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് കംപ്ലൈൻ്റ് ഉണ്ട്. രണ്ട് കംപ്ലൈൻറ്റും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒന്ന്, ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനീഷ്യലൈസേഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ആ ഗ്ലാസ് താഴോട്ടേക്ക് വരണം. അതേമാതിരി തന്നെ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മുകളിലോട്ട് പൊന്തണം. എന്നാൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വർക്ക് ചെയ്യാത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഗ്ലാസ് താഴാത്ത സമയം വരുന്നത് ഒന്ന് ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാൽ വരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനീഷ്യലൈസേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോറിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും അത് സംഭവിക്കാം. എന്നാൽ ഈ വാഹനത്തിൽ രണ്ട് കംപ്ലൈൻ്റ് ഉണ്ട്. ഒന്ന്, ബാറ്ററിയുടെ വാർണിംഗ് വരുന്നുണ്ട് ചില സമയങ്ങളിൽ. അതേമാതിരി തന്നെ ഇതിൻ്റെ ഡോർ സ്റ്റോപ്പർ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡോറ് ഫുള്ളായിട്ട് ഞാൻ അഴിക്കുന്നുണ്ട്, പക്ഷേ ഡോർ പാഡ് അഴിക്കുന്നുണ്ട്. അഴിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. ഇതിൻ്റെ അകത്ത് രണ്ട് കംപ്ലൈൻറ്റ് വന്നതിൻ്റെ അകത്ത് ഒന്ന് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ സ്റ്റോപ്പർ കണ്ടല്ലോ, ഈ ഡോർ സ്റ്റോപ്പർ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഡോർ സ്റ്റോപ്പർ ഡാമേജ് ആയിരിക്കുന്ന സമയത്തും അതേമാതിരി തന്നെ ഇതിൻ്റെ വിൻഡോ റെഗുലേറ്റർ ഡാമേജ് ആയിട്ടുണ്ട്. വിൻഡോ റെഗുലേറ്റർ കറക്റ്റായിട്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇത് കറക്റ്റ് ബോഡിയിൽ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ബോഡിയിൽ അങ്ങനെ ടച്ച് ആവാൻ പാടില്ല. ഇനി അതേമാതിരി തന്നെ ഇത് ഗ്ലാസ് അലൈൻ അല്ലാത്തത് കാരണം ഇതിൻ്റെ ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ബീഡിങ്ങും ഫുള്ളായിട്ട് കട്ടായിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് സീറ്റ് ആവാത്തതുകൊണ്ടാണ് അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് കണ്ടല്ലോ, ഈ സൈഡിലെ ഫുള്ള് ബീഡിങ് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോർ പാഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് എന്തൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടെന്ന് വേണ്ടിയിട്ടാണ് നമ്മളിത് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡോർ ഗ്ലാസിൻ്റെ ഈ സൈഡിൽ വരുന്ന റെയിലും അതേമാതിരി തന്നെ ഒരു പ്ലാസ്റ്റിക് വരുന്നുണ്ട് അവിടെ, അതും പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡോർ ഗ്ലാസ് അലൈൻ ആവാതിരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഡോറിൽ നമുക്ക് മാറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡോർ ഗ്ലാസ് മാറേണ്ട ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ വിൻഡോ റെഗുലേറ്റർ മാറേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ സ്റ്റോപ്പർ, പിന്നെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ റബ്ബർ. കാരണം ക്വാർട്ടർ ഗ്ലാസിൻ്റെ റബ്ബർ എന്തായാലും മാറിയാലേ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ എയർ കട്ടിങ് നോയ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെക്കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ഇടുന്നതാണ്. ഇത് കണ്ടല്ലോ, ബാക്കി സൈഡിലെല്ലാം തന്നെ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും ഇതിൻ്റെ അകത്ത് സ്ക്രൂവും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെയും ഒരു വീഡിയോ ഇടുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഗ്ലാസ് പൊട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് താഴത്ത് പോകത്തില്ല. ഇതിപ്പം ഡ്രൈവർ സൈഡാണ്, ഡ്രൈവർ സൈഡ് കറക്റ്റ് പ്രോപ്പർ തന്നെയാണ്, അതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതും അതേമാതിരി തന്നെ ഡോർ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് ശകലം താഴോട്ട് വരും. ഇത് കണ്ടല്ലോ, പ്രോപ്പറായിട്ട് ഡോർ തുറക്കുന്ന സമയത്ത് തന്നെ ഗ്ലാസ് താഴോട്ട് വരും, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും. എന്നാൽ വാഹനത്തിൻ്റെ ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ മാനുവൽ കീ ഇട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് താഴത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ചടക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു സിൽവർ ബീഡിങ് പോലുള്ള സംഭവം കണ്ടല്ലോ, അതിന് ടച്ചായിട്ട് ഡാമേജ് ആയി പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഗ്ലാസ് പൊട്ടുന്നത്. എന്നാൽ ഈ വാഹനത്തിന് അതാണ് കംപ്ലൈൻ്റ് ഒന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം ഈ വാഹനത്തിൻ്റെ ഓൾറെഡി വിൻഡോ റെഗുലേറ്ററും പോയിട്ടുണ്ട്, അതേമാതിരി ഡോർ സ്റ്റോപ്പറും ഡാമേജ് ആയിട്ടുണ്ട്, ഗ്ലാസ് അലൈനും അല്ല. അപ്പോൾ ഈ സന്ദർഭങ്ങളിലും ഇതിൻ്റെ ഗ്ലാസ് പൊട്ടാം. ഇനിയുള്ള അടുത്ത കംപ്ലൈൻ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സെൻട്രൽ ഡിസ്പ്ലേയുടെ മുകളിലായിട്ടൊരു കവർ കണ്ടല്ലോ, ഒരു ബ്ലാക്ക് കളർ കവർ. അപ്പോൾ ഇത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി മുകളിലോട്ട് പൊന്തും, ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം ഓണാവും. എന്നാൽ ഇതിൻ്റെ അകത്ത് ഈ മുകളിലോട്ട് താഴോട്ട് വരുന്ന സമയത്ത് അത് സ്റ്റക്കായി കിടക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇത് കണ്ടല്ലോ, ഈ വെളിയിലെ ഭാഗം ഇതിൻ്റെ ഈ ഒരു കവർ പോലെയുള്ള സംഭവം ഇതിൻ്റെ ഡാഷ്ബോർഡിൽ തട്ടിയിട്ട് ഇത് സ്റ്റക്കായി പോകും.
അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കംപ്ലയിൻറ്റ്. അല്ലാതെ ഇതിൻ്റെ മോട്ടറിനോ കാര്യത്തിനൊന്നും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. കോമൺ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഈ മോട്ടറിനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് വരുന്നത്. അത് തുറക്കാതെ വരും, ചില സമയത്ത് ടിക് 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 എന്ന് പറയുന്നൊരു സൗണ്ട് വരും. കാരണം അത് മോട്ടർ വർക്കായിട്ട് ആ ഒരു കവർ ഫോൾഡ് ആവാത്ത ഒരവസ്ഥ വരാറുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ഇത് ഫോൾഡ് ആവാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവർ ഡാഷ്ബോർഡിലായിട്ട് ടച്ചായി കിടക്കും. അപ്പോൾ അത് ടച്ച് ആകുന്നതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ക്ലോസും അതേമാതിരി തന്നെ ഓപ്പണിങ്ങും ആവുന്നില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, നമുക്ക് ഈ കവറും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ അയച്ചെടുക്കാം എന്നാണ് എൻ്റെ ഈ പ്രൊസീജിയറിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിപ്പം ഇതിൻ്റെ ആദ്യത്തെ കവറും എ സിയുടെ പാനലും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ എ സിയുടെ പാനൽ നിങ്ങൾക്ക് ഊരിയെടുക്കണമെങ്കിൽ ഒരു വലിയൊരു ടാസ്ക് തന്നെയുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും കാര്യങ്ങളും കവറും കാര്യങ്ങളെല്ലാം അയച്ചെടുക്കണം. അതേമാതിരി തന്നെ ഇതിൻ്റെ നോർമൽ പ്രൊസീജിയർ പ്രകാരമാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ കൺസോൾ ഫുള്ളായിട്ട് അയച്ചെടുത്താൽ മാത്രമേ നമുക്ക് അയച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഞാനതിൻ്റെ സെൻട്രൽ കൺസോൾ ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ടില്ല. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം തന്നെ ഊരിയിട്ടുണ്ട്. അതേമാതിരി തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും സൈഡിലുള്ള കവറും കാര്യങ്ങളെല്ലാം ഊരിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് എ സിയുടെ എയറിൻ്റെ വെൻറ്റും അതേമാതിരി തന്നെ ഈ സെൻട്രൽ ഡിസ്പ്ലേയും ഞാൻ ഊരിയെടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ഡിസ്പ്ലേൻ്റെ അകത്തും സ്ക്രൂവോ കാര്യങ്ങളോ ആകെ 2 സ്ക്രൂ മാത്രമേ ഉള്ളൂ. 2 സ്ലൈഡിംഗ് ആയിട്ട് ലോക്കായിട്ട് കയറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പാനൽ. അതിന് 4 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ആ 4 സ്ക്രൂ അഴിച്ചെടുത്താലും നിങ്ങൾക്കത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വെളിയിലെടുക്കാനും സാധിക്കും. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതിൽ വെറും 4 സ്ക്രൂ മാത്രമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് അതേമാതിരി തന്നെ ഇതിൻ്റെ ഹെഡ് യൂണിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 4 സ്ക്രൂവിൽ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഹെഡ് യൂണിറ്റൊന്നും നമുക്ക് ഊരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹർമാൻ്റെ ഒരു കിറ്റാണ് അതിൻ്റെ ഹെഡ് യൂണിറ്റിൻ്റെ അകത്തൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെയും അതിൻ്റെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ചും കാര്യങ്ങളും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് സെൻറ്ററിലുള്ള പാനലിൻ്റെത്, അതേമാതിരി തന്നെ എൻ്റെ എ സിയുടെ വയറിങ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള കംപ്ലീറ്റ് കവർ, ആ സൈഡിൽ കോർണറായിട്ട് സ്ക്രൂവും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ സൈഡിലായിട്ടാണ് സ്ക്രൂ വരുന്നത്. ചെറിയൊരു ക്രോം അവിടെ വരുന്നുണ്ട്. ആ ക്രോം ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് ഊരാം. ഇനി അതേമാതിരി ഇതിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ അടിയിലത്തെ കവർ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സെൻട്രൽ പാനലിൻ്റെ അതിൻ്റെ സൈഡിലുള്ള കവറും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഊരണം. അപ്പോൾ ഇത്രയും ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എ സിയുടെ പാനൽ വെളിയിലോട്ട് എടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതേമാതിരി ടേപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടേപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ ഡിസ്പ്ലേയുടെ ഇതിൻ്റെ സൈഡിലായിട്ട് 2 സ്ക്രൂ ആണ് വരുന്നത്. 2 സ്ക്രൂ സൈഡിലോട്ട് ഇങ്ങനെ ലോക്കിൽ നമുക്ക് അതേമാതിരി തന്നെ കയറ്റാൻ സാധിക്കും. ആകെ 2 സ്ക്രൂ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ അതേമാതിരി ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഇതിനും കോമൺ ആയിട്ട് വരുന്നത് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, അതേമാതിരി ഹെഡ് യൂണിറ്റിന് എന്താണ് കംപ്ലയിൻറ്റ് വരുന്നതെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, നമ്മളിപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഊരിയെടുത്തു. അപ്പോൾ നോർമൽ പ്രൊസീജിയർ പ്രകാരമാണ് ഇത് ഫുള്ളായിട്ട് മാറുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ റിപ്പയറിങ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഹാർഡാണ്. അത് പൊട്ടിപ്പോകത്ത് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ലെവലായിട്ട് നമുക്ക് നിർത്തിക്കാൻ സാധിക്കത്തില്ല. ഇത് കണ്ടല്ലോ, ഭയങ്കര ഹാർഡ് മെറ്റീരിയലാണത്. ഒരു വുഡ് പോലെയുള്ളൊരു സംഭവമാണത്. അപ്പോൾ അത് മാറുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.